أنت تطلع بيننا في الكواكب كالبدور بل وأشرف منه يا سيدي خير النبي الصلاة على النبي والسلام على الرسول الشفيع الأبطحي والحبيب العربي. السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين والصلاة والسلام على سيد الأنبياء والمرسلين وعلى آله وصحبه أجمعين أما بعد. ഏറെ ബഹുമാനമുള്ള സയ്യിദന്മാരെ, ഉസ്താദുമാരെ, സുഹൃത്തുക്കളെ, മങ്കൂസ് മൗലിദ് പഠന കോഴ്സിന്റെ 3-ാമത്തെ ദിവസമാണിന്ന്. മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടുള്ള മഹബത്ത് വർദ്ധിക്കാൻ ഇതൊരു നിമിത്തമായി അള്ളാഹു നമ്മിൽ നിന്നും സ്വീകരിക്കുമാറാകട്ടെ എന്ന് ആമുഖമായി പ്രാർത്ഥിക്കുകയാണ്. ഇൻഷാ അല്ലാഹ് ഇന്ന് ഞാൻ ചർച്ച ചെയ്യാൻ ഉദ്ദേശിക്കുന്ന വിഷയം മങ്കൂസ് മൗലിദിന്റെ രചയിതാവ് ആര്, അതിന്റെ പശ്ചാത്തലം എന്ത് എന്ന കാര്യമാണ്. മങ്കൂസ് മൗലിദ് രചിച്ചത് വലിയ മഖ്ദൂം തങ്ങളാണ്. അവരെ പേര് സൈനുദ്ദീൻ ഇബ്നു അലി ഇബ്നു അഹ്മദ് അൽ മഅബരി എന്നാണ്. സൈനുദ്ദീൻ എന്നാണ് അവരെ പേര്. അവരുടെ ഉപ്പാന്റെ പേര് അലി, അവരെ ഉപ്പാന്റെ പേര് അഹ്മദ്. ഹിജ്റ 871 ക്രിസ്താബ്ദം 1467 കേരളത്തിലെ കൊച്ചിയിലാണ് ബഹുമാനപ്പെട്ട വലിയ മഖ്ദൂം തങ്ങൾ ജനിക്കുന്നത്. അവരുടെ പൂർവ്വ പിതാക്കൾ യമനിൽ നിന്ന് വന്നവരാണ്. പരിശുദ്ധമായ ഇസ്ലാമിക പ്രബോധനത്തിനു വേണ്ടിയും കച്ചവടത്തിനു വേണ്ടിയും അവര് ഇറങ്ങിയ സ്ഥലമാണ് മഅബർ എന്ന് പേരായ സ്ഥലം. കായൽപട്ടണത്തെ, അതുപോലെ തന്നെ കോറമണ്ഡലം, ഈ സ്ഥലങ്ങൾ ഉൾക്കൊള്ളുന്ന പ്രദേശമാണ്, തമിഴ്നാട്ടിലെ സ്ഥലമാണ് മഅബർ. അവിടുന്ന് അവരുടെ വല്ലിപ്പയായ, നേരത്തെ ഞാൻ പരാമർശിച്ചല്ലോ, അഹ്മദ്, അവരാണ് കൊച്ചിയിലേക്ക് താമസം മാറുന്നത്. അവിടെയാണ് നമ്മുടെ മങ്കൂസ് മൗലിദിന്റെ രചയിതാവ് ജനിക്കുന്നത്. അഹ്മദ് എന്നവരുടെ മകനായ അലി എന്നവരുടെ മകനാണ് സൈനുദ്ദീൻ. നമ്മള് ഇപ്പോ അവരെ ചരിത്രമാണ് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. സൈനുദ്ദീൻ വലിയ മഖ്ദൂം തങ്ങൾ, പിതാവിന്റെ പിതാവ് അഹ്മദ് എന്നവരാണ് വലിയ മഖ്ദൂം തങ്ങളെ ഇൽമു പഠിക്കാൻ വേണ്ടി പൊന്നാനിയിലേക്ക് പറഞ്ഞേക്കുന്നത്. 7 വർഷക്കാലമായിരുന്നു മഹാനവറുകളുടെ അവിടുത്തെ പഠനം. തജ്വീദ് നിയമപ്രകാരമുള്ള ഖുർആൻ പാരായണവും ഹിഫ്ളും പൂർത്തിയായതിനു ശേഷം മഹാനവറുകൾ ഇൽമു സർഫ്, ഇൽമുൻ നഹ്വ്, ഇൽമുൽ ഫിഖ്, ഇൽമു തഫ്സീർ, ഇൽമുൽ ഹദീസ് തുടങ്ങിയ ഗഹനമായ വിഷയങ്ങളിൽ അവിടെ നിന്ന് പ്രാവീണ്യം നേടിയത് ബഹുമാനപ്പെട്ട അൽ അല്ലാമ ശിഹാബുദ്ദീൻ ഇബ്നു ഉസ്മാനുൽ യമനി എന്ന പണ്ഡിതനിൽ നിന്നും കോഴിക്കോട്ടുകാരനായ റമദാൻ ഷാലിയാത്തിയിൽ നിന്നുമായിരുന്നു എന്ന് ചരിത്രം രേഖപ്പെടുത്തുന്നത് കാണാം. അവിടുത്തെ 25-ാമത്തെ ഉസ്താദാണ് ബഹുമാനപ്പെട്ട അഷ്റഫുൽ വറ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് അവിടുത്തെ ഉസ്താദുമാരെ പരമ്പര ശ്രദ്ധിച്ചാൽ നമുക്ക് മനസ്സിലാവും. മഹാനവറുകൾ വലിയ പാണ്ഡിത്യത്തിനുടമയായിരുന്നു, മുത്തഖിയായ വ്യക്തിയായിരുന്നു, വലിയ വറയുള്ള, സൂക്ഷ്മതയുള്ള വലിയ പണ്ഡിതനായിരുന്നു. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ 7 വർഷത്തെ പൊന്നാനിയിലെ പഠനത്തിന് ശേഷം മഹാനവറുകൾ മക്കത്തുൽ മുക്കറമയിലേക്കും
അവിടെ ഒരുപാട് വർഷക്കാലം താമസിച്ചിട്ടുണ്ട്. ശേഷം ജാമിഉൽ അസ്ഹറിലേക്കും ഇൽമു പഠിക്കാൻ വേണ്ടി അദ്ദേഹം പോയിട്ടുണ്ട്. കേരളത്തിൽ നിന്ന്, മലബാറിൽ നിന്ന് ജാമിഉൽ അസ്ഹറിലേക്ക്, മിസ്റിലെ അസ്ഹറിലേക്ക് പോയ ആദ്യ വ്യക്തി എന്ന ഒരു ബഹുമാനം കൂടെ മഹാനവറുകൾക്കുണ്ട്. അവിടെ നിന്ന് വലിയ പണ്ഡിതന്മാരായിരുന്ന ഷെയ്ഖുൽ ഇസ്ലാം സക്കരിയ അൽ അൻസ്വാരി, അതുപോലെ തന്നെ മുഹമ്മദ് സഖാവി, ജലാലുദ്ദീൻ സുയൂത്തി, മുഹമ്മദ് സുമുഹൂദി, അബൂബക്കറുൽ ഹളറമി, അഹ്മദ് ബിൻ ഉമറുൽ സബീദി, അബ്ദുല്ലാഹിബിനു അഹ്മദ് ബാമഹ്റുമ, ഇങ്ങനെ തുടങ്ങിയ വലിയ പണ്ഡിതന്മാരിൽ നിന്ന് വിദ്യ അഭ്യസിക്കാൻ ഭാഗ്യം കിട്ടിയ വ്യക്തിത്വത്തിനുടമയാണ് ബഹുമാനപ്പെട്ട വലിയ മഖ്ദൂം തങ്ങളാകുന്ന മങ്കൂസ് മൗലിദിന്റെ രചയിതാവ്. ശേഷം വർഷങ്ങളോളമുള്ള ജാമിഉൽ അസ്ഹറിലെ പഠനത്തിനു ശേഷം ഓതിപ്പടിച്ച നാടായ പൊന്നാനിയിലേക്ക് അദ്ദേഹം മടങ്ങി വരികയാണ്. അവിടെയുള്ള ആളുകളെ ഒരുമിച്ച് കൂട്ടി നിലവിലുള്ള പള്ളി വിപുലപ്പെടുത്താനും മുതഅല്ലിമീങ്ങൾക്ക് സൗകര്യപ്പെടുത്താനും മഹാനവറുകൾ നിർദ്ദേശം നൽകുകയും അവിടെയുള്ള വലിയ മുദരിസായി ഒരുപാട് വിദ്യാർത്ഥികൾ സ്വദേശത്തു നിന്നും വിദേശത്തു നിന്നും, പ്രത്യേകിച്ച് മക്കയിൽ നിന്ന് വരെ, മക്കത്തുൽ മുക്കറമയിൽ നിന്നും മദീനത്തുൽ മുനവ്വറയിൽ നിന്നും, മിസുർ, ഷാം, ഇറാഖ്, ഇന്തോനേഷ്യ, മലേസിയ തുടങ്ങിയ വിവിധ രാജ്യങ്ങളിൽ നിന്ന് ആളുകൾ, വിദ്യാർത്ഥികൾ മഹാനവറുകളെ കാണാനും അവിടുന്ന് വിദ്യ അഭ്യസിക്കാനും പൊന്നാനിയിലേക്ക് വന്നിട്ടുണ്ട് എന്നുള്ളത് ഒരു ചരിത്ര വസ്തുതയാണ്. അങ്ങനെ വലിയ ഒരു ആലിമായി, ഇൽമിന്റെ വിളക്കുമാടമായി മഹാനവറുകൾക്ക് ശോഭിക്കാൻ കഴിഞ്ഞു എന്നത് ചരിത്രത്തിൽ രേഖപ്പെട്ട് കിടക്കുന്നുണ്ട്. മഹാനവറുകൾക്ക് 5 മക്കളായിരുന്നു. 3 ആൺകുട്ടികളും 2 പെൺകുട്ടികളും. വലിയ കുട്ടി യഹ്യ എന്നവരാണ്. അബൂ യഹ്യ എന്ന കുഞ്ഞിയത്തലമിലാണ് മഹാനവറുകൾ അറിയപ്പെടുന്നത്. യഹ്യന്റെ പിതാവ് സൈനുദ്ദീൻ ബിൻ അലി ബിൻ അഹ്മദ് അൽ മഅബരി എന്ന് പറഞ്ഞുകൊടുത്ത് അബൂ യഹ്യ എന്ന് പറയുന്നുണ്ട്. യഹ്യയുടെ പിതാവ്, അത് ഈ വലിയ കുട്ടിയുടെ പേരാണ് യഹ്യ. അവര് നേരത്തെ അള്ളാഹുവിന്റെ റഹ്മത്തിലേക്ക് യാത്രയായവരാണ്. ചെറുപ്പത്തിലെ മരിച്ച കുട്ടിയാണത്. 2ാമത്തെ മകനാണ് മുഹമ്മദുൽ ഗസാലി. 3ാമത്തെ മകനാണ് അബ്ദുൽ അസീസ്. 2ാമത്തെ മകനായ മുഹമ്മദുൽ ഗസാലിയും വലിയ മഖ്ദൂം തങ്ങളുമാണ് ബഹുമാനപ്പെട്ട മുഹമ്മദ് ഇബ്നു മാലിക്. അലാ മുഹമ്മദുൻ ഹുവ ഇബ്നു മാലികി അഹ്മദു റബ്ബില്ലാഹ ഖൈറ മാലികി. അറബി വ്യാകരണ ശാസ്ത്രത്തിലെ അറിയപ്പെട്ട അൽഫിയത്ത് ബിൻ മാലിക് എന്ന കിതാബിന് ഷറഹ് എഴുതിയത് ഈ വലിയ മഖ്ദൂം തങ്ങളും അവരെ 2ാമത്തെ മകനായ മുഹമ്മദുൽ ഗസാലിയുമാണ്. അവരെ അനിയനാണ് അബ്ദുൽ അസീസ്. അവരെ മകനാണ് ഫത്ഹുൽ മോയിന്റെ രചയിതാവ്. അപ്പൊ വലിയ മഖ്ദൂം തങ്ങളുടെ ഹഫീദ്, മകന്റെ മകനാണ്, പേരക്കുട്ടിയാണ് ഫത്ഹുൽ മുഈൻ രചിച്ചത്. ശാഫിഈ മദ്ഹബിലെ പ്രമുഖ ആധികാരിക കർമ്മശാസ്ത്ര ഗ്രന്ഥമാണ് ഫത്ഹുൽ മുഈൻ. അത് രചിച്ചത്
നമ്മളെ മങ്കൂസ് മൗലിദിന്റെ രചയിതാവായ സൈനുദ്ദീൻ മഖ്ദൂം തങ്ങളുടെ അഥവാ വലിയ മഖ്ദൂം തങ്ങളുടെ മകനായ മൂന്നാമത്തെ മകൻ അബ്ദുൽ അസീസ് എന്നവരുടെ മകനാകുന്ന ചെറിയ മഖ്ദൂം തങ്ങളാണ്. അതാണ് ഞാൻ നേരത്തെ വലിയ മഖ്ദൂം എന്ന് പറഞ്ഞത്. ചെറിയ മഖ്ദൂം തങ്ങളാണ് അതിന്റെ രചയിതാവ്, പേരക്കുട്ടിയാണ്. എന്നാൽ നമ്മള് മങ്കൂസ് മൗലിദിന്റെ രചയിതാവായ വലിയ മഖ്ദൂം തങ്ങൾക്ക് ഒരുപാട് കിതാബുകൾ വിരചിതമായിട്ടുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അൽഫിയക്ക് ഹാഷിയ എഴുതിയ, ഷറഹ് എഴുതിയ രണ്ട് വ്യക്തിത്വങ്ങളിൽ പ്രധാനപ്പെട്ട ആള് ഒന്ന് വലിയ മഖ്ദൂം തങ്ങളും പിന്നെ അവരുടെ മകനായ അബ്ദുൽ അസീസ് എന്നവരുമാണ്. അതോടൊപ്പം തന്നെ വേറെയും ഒരുപാട് കിതാബുകൾ മഹാനവറുകൾക്കുണ്ട്. ഹിദായത്തുൽ അദ്കിയ തസവുഫിലെ അറിയപ്പെട്ട ഗ്രന്ഥമാണ്. സിറാജുൽ ഖുലൂബ്, തുഹ്ഫത്തുൽ അഹ്ബാബ്, ഇർഷാദുൽ ഖാസിദീൻ, തസ്ഹീലുൽ കാഫിയ, സീറത്തുൻ നബി, ഖസസുൽ അംബിയ, മുർസിദുൽ തുല്ലാബ്, ഇങ്ങനെ തുടങ്ങിയ ഇർഷാദുൽ ഔലിയ തുടങ്ങിയ ഒരുപാട് ഗ്രന്ഥരചനകൾ 23ഓളം തസ്നീഫാത്തുകൾക്ക് മഹാനവറുകൾക്ക് ഭാഗ്യം ലഭിച്ചിട്ടുണ്ട്. അതിൽപ്പെട്ട ബൃഹത്തായ മൗലിദാണ് നമ്മൾ പഠിക്കാൻ ഉദ്ദേശിക്കുന്ന മങ്കൂസ് മൗലിദ് എന്നത്. ബഹുമാനപ്പെട്ട വലിയ മഖ്ദൂം തങ്ങൾ ഈ ലോകത്ത് നിന്ന് വിട പറയുന്നത് ഹിജറ 928 ക്രിസ്താബ്ദം 1522 മഹാനവറുകൾ ഓതിപ്പടിച്ച ദർസ് നടത്തിയ അതേ പള്ളിയുടെ മുൻവശത്ത് കിഴക്ക് ഭാഗത്ത് മുറ്റത്ത് അന്ത്യവിശ്രമം കൊള്ളുന്നത് നമുക്ക് ഇന്നും കാണാൻ കഴിയും. അള്ളാഹു മഹാനോടൊന്നിച്ച് സ്വർഗത്തിൽ ഒരുമിച്ചുകൂടാൻ നമുക്കും നാമുമായി ബന്ധപ്പെട്ട സർവർക്കും അള്ളാഹു ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് സാന്ദർഭികമായി ദുആ ചെയ്യുകയാണ്. 25ഓളം കൃതികളുടെ രചയിതാവായിരുന്നു മഹാനവറുകൾ എന്ന് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ. അതിലെ കനപ്പെട്ട രചനയാണ് മങ്കൂസ് മൗലിദ്. ബഹുമാനപ്പെട്ട പുതിയാപ്പിള അബ്ദുറഹ്മാൻ മുസ്ലിയാർ, താജുൽ ഉലമാ വണ്ടൂർ സദഖത്തുള്ള മുസ്ലിയാർ, EK ഉസ്താദ്, ബഹുമാനപ്പെട്ട വൈലത്തൂർ ബാവ മുസ്ലിയാർ, അവരുടെയൊക്കെ ദറജന അല്ലാഹു തആല വർദ്ധിപ്പിക്കുമാറാവട്ടെ. അവരെല്ലാം സാക്ഷ്യപ്പെടുത്തിയതാണ് മങ്കൂസ് മൗലിദിന്റെ രചയിതാവ് വലിയ മഖ്ദൂം തങ്ങളാണ് എന്ന്. വലിയ പണ്ഡിതനും സൂഫിയും എല്ലാ മേഖലയിലും വലിയ കഴിവുറ്റ മികവുറ്റ നേതൃത്വം കൂടിയായിരുന്നു മഹാനവറുകൾ എന്ന് ചരിത്രം പരിശോധിക്കുമ്പോൾ നമുക്ക് വ്യക്തമാകും. ബഹുമാനപ്പെട്ട വലിയ മഖ്ദൂം തങ്ങൾ സുബ്ഹാന മൗലിദിൽ നിന്ന് ചുരുക്കി ഉണ്ടാക്കിയതാണ് മങ്കൂസ് മൗലിദ്. അതുകൊണ്ടാണ് ചുരുക്കപ്പെട്ടത് എന്ന അർത്ഥത്തിൽ മങ്കൂസ് എന്നതിന് നാമകരണം ചെയ്തത് എന്ന് വിശദീകരിച്ച പണ്ഡിതന്മാരുണ്ട്. സുബ്ഹാന മൗലിദ് നോക്കിയാൽ നമുക്ക് കാണാൻ കഴിയും. വകമ്മല സുഊദ ബി അശ്റഫി മൗലൂദിൻ വശറഫ ബിഹിൽ ആബാഅ വൽ ജുദൂദ. അതുപോലെ തന്നെ വേറൊരു സ്ഥലത്ത് വകാന നൂറു നബിയിന മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഫീ സുൽബി നൂഹിൻ ഫിസ് സഫീനത്തി വകാന നൂറുഹു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഫീ സുൽബി ഇബ്രാഹിം അലൈഹിസ്സലാം ഹീന ഉൽഖിയ ഫിന്നാരി. ഈ വാക്കുകളൊക്കെ നമുക്ക് മങ്കൂസ് മൗലിദിലും കാണാൻ കഴിയും. ഫസ്വാറത്തിൻ നാറു ലഹു ബർദം വസലാമ. അതുപോലെ വേറൊരു ഭാഗത്ത് കുന്തു നൂറൻ ബൈന യദയില്ലാഹി അസ്സ വജല്ല ഖബ്ല അൻ യഖ്ലുഖ ആദമ അലൈഹിസ്സലാം ബിഅൽഫി ആം വകാന നൂറുഹു യുസബ്ബിഹുല്ലാഹ വതുസബ്ബിഹുൽ മലായികതു ബിതസ്ബീഹി ഫഅഹ്ബതനി അല്ലാഹു തആല ഇലൽ അർളി ഫീ സുൽബി ആദമ അലൈഹിസ്സലാം വജഅലനി ഫീ സുൽബി നൂഹിൻ ഫിസ് സഫീനത്തി. എന്നിട്ട് പറയാണ് ثم لم يزل ينقلني من الأسلاب الكريمة الفاخرة إلى الأرحام الزكية الطاهرة إلى أن أخرجني الله من بين أبوي ولم يلتقيا
അലാ സിഫാഹിൻ ഖത്ത്. ഈ ഭാഗങ്ങളൊക്കെ നമുക്ക് മങ്കൂസ് മൗലിദിലും കാണാം. അത് സുബ്ഹാന മൗലിദിൽ നിന്ന് നോക്കി വായിക്കുകയാണ് ഞാൻ. അതോടൊപ്പം തന്നെ ഇന്ന ബൈത്തൻ അൻത സാക്കിനുഹു ലൈസ മുഹ്താജൻ ഇല സുറുജി എന്ന ബൈത്ത് കാണാം സുബ്ഹാന മൗലിദില്. അതുപോലെ തന്നെ അവസാന പദ്യമാകുന്ന അഹ്യാ റബിഅൽ ഖൽബി ഷഹ്റുൽ മൗലിദി കുല്ലല്ലനാമി ബിദിക്രി മൗലിദി അഹ്മദി, ഈ ബൈത്തും നമുക്ക് മങ്കൂസ് മൗലിദിൽ കാണാം. അപ്പൊ സുബ്ഹാന മൗലിദിൽ നിന്ന് ചുരുക്കിയതാണ് എന്ന് മനസ്സിലാകുന്നുണ്ട്. ചിലര് മങ്കൂസ് ഖാഫ് കൊണ്ടല്ലേ പറഞ്ഞത്, മങ്കൂസ് അതിനാണ് ചുരുക്കിയത് എന്നുള്ള അർത്ഥം. അതല്ല കാഫാണെന്നും പറഞ്ഞവരുണ്ട്. മങ്കൂസ് എന്ന് പറഞ്ഞാല് തലകീയായി മറിഞ്ഞത് എന്നാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ തിരുപ്പിറവിയുമായി ബന്ധപ്പെട്ട് ഒരുപാട് വിഗ്രഹങ്ങൾ തലകുത്തി മറിഞ്ഞിട്ടുണ്ട്. അത് പ്രതിപാദിക്കുന്ന മൗലിദാണ് എന്നറിയിക്കാൻ വേണ്ടി മൗലിദ് മങ്കൂസ് കാഫ് കൊണ്ടല്ല കാഫ് കൊണ്ടായി വിശദീകരണം നൽകിയ മഹത്തുക്കളുമുണ്ട്. ഏതായിരുന്നാലും പൊന്നാനിയിലെയും പരിസര പ്രദേശങ്ങളിലുമുള്ള ജനങ്ങൾക്ക് വലിയ മാറാരോഗം പിടിപെടുകയാണ്. ഓരോ മണിക്കൂറുകളിലും അസംഖ്യം ജനങ്ങൾ മരിച്ചു വീഴുന്ന വളരെ ഭയാനകമായ ഭീതിപ്പെടുത്തുന്ന ഒരു സാഹചര്യം. ആ സമയത്താണ് വലിയ മഖ്ദൂം തങ്ങൾ അസ്മ് ചെയ്യുന്നത്. മഹാനവറുകൾ തീരുമാനിക്കുകയാണ്, ഞാൻ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പേരിൽ ഒരു മൗലിദ് രചിക്കുമെന്ന്. അത് നിർവഹിക്കുകയും ജനങ്ങളെല്ലാവരും കൂടെ കൂട്ടത്തോടെ ചൊല്ലി ദുആ ചെയ്തതിന്റെ അടിസ്ഥാനത്തിലാണ് ആ മഹാവിപത്ത് നാട്ടിൽ നിന്നും നിർമാർജനം ചെയ്യപ്പെട്ടത് എന്ന് ചരിത്ര ഗ്രന്ഥങ്ങൾ നമ്മെ അറിയിച്ചു തരികയാണ്. ഈ വിഷയം മങ്കൂസ് മൗലിദിന്റെ അവസാന ഞാൻ നേരത്തെ പരാമർശിച്ച അഹ്യാ റബിഅൽ ഖൽബി ഷഹ്റുൽ മൗലിദി എന്ന് പറഞ്ഞ ആ ബൈത്തിന്റെ അവസാന ഭാഗത്ത് നമുക്ക് കാണാം, ഖദ് ഹല്ല ബീമാ ഖദ് അലിംത മിനൽ അദാ വൽളുൽമി വൽളുഅഫി ശദീദി ഫഅസ്ഇദി. ഞങ്ങൾക്ക് വലിയ ബുദ്ധിമുട്ടുണ്ടായിട്ടുണ്ട്, പ്രയാസത്തിലാണ് ഞങ്ങൾ, വിഷമത്തിലാണ്, സങ്കടത്തിലാണ്, രക്ഷപ്പെടുത്തണം നബിയേ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ തവസ്സുലാക്കി അള്ളാഹുവിനോട് ദുആ ചെയ്യുകയാണ്. അതിന്റെ അടിസ്ഥാനത്തിലാണ് ആ മഹാമാരി അവിടുന്ന് നിർമാർജനം ചെയ്യപ്പെട്ടത്. വലിയ പവറുള്ള, വലിയ ബഹുമാനമുള്ള ഒരു മഹത്തായ പദ്യഗദ്യ സമ്മിശ്രമാണ് നമ്മൾ പഠിക്കാൻ ഉദ്ദേശിക്കുന്ന മങ്കൂസ് മൗലിദ് എന്നത്. ഒരൊറ്റ കാര്യം കൂടെ അവസാനമായി പറഞ്ഞു നിർത്തുകയാണ്. ഈ മൗലിദ് രചിച്ച് അവസാനം ഒരു ദുആ നിങ്ങൾക്ക് കാണാം. തമ്മ മൗലിദു റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് പറഞ്ഞ് ശേഷമുള്ള ദുആകൾ, അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിന മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിന മുഹമ്മദ് സ്വലാത്തൻ തുൻജീന ബിഹാ മിൻ ജമീഇൽ അഹ്വാലി വൽ ബലിയാത്ത് എന്നിങ്ങനെ തുടങ്ങിയ സ്വലാത്ത് കഴിഞ്ഞതിന് ശേഷം ഉള്ള ദുആ, അല്ലാഹുമ്മ ഇന്നാ നതവസ്സലു ഇലൈക ബിസ്മിക്കൽ അളീം വബിജാഹി നബിയിക്കൽ കരീം വവലിയിക്കൽ അളീം. അവിടെ വലിയിക്കൽ അളീം എന്ന് പറയുന്നുണ്ട്. അത് ആരെ പറ്റിയാ? അത് ഈ വലിയ മഖ്ദൂം തങ്ങളെ പറ്റിയാണ്. അപ്പൊ ഈ ദുആ എഴുതിയത് വലിയ മഖ്ദൂം തങ്ങളല്ല, മറിച്ച് മങ്കൂസ് മൗലിദ് രചിച്ച് അവസാനം ബഹുമാനപ്പെട്ട ഇമാം ഇബ്നു ഹജറിനിൽ ഹൈതമി റഹ്മത്തുള്ളാഹി അലൈഹി, നേരത്തെ ഫത്ഹുൽ മുഈനെ സംബന്ധിച്ച് ഞാൻ പറഞ്ഞിരുന്നു, അതിനേക്കാളും വലിയ ഗ്രന്ഥമാണ്, വാള്യങ്ങളുള്ള ശാഫിഈ മദ്ഹബിൽ അറിയപ്പെട്ട കർമ്മശാസ്ത്ര ഗ്രന്ഥമാണ് തുഹ്ഫത്തുൽ മുഹ്താജ്. അതിന്റെ മുസന്നിഫാകുന്ന ഇബ്നു ഹജറിനിൽ ഹൈതമി റഹ്മത്തുള്ളാഹി അലൈഹിയാണ് ഈ ദുആ അതിലേക്ക് ചേർത്തി കൊടുത്തത് എന്ന് പണ്ഡിതന്മാര് വിശദീകരിക്കുന്നത് കാണാം. അവരാണ് പറഞ്ഞത് എന്ത്? വലിയിക്കൽ അളീം,
നിന്റെ വലിയാകുന്ന ബഹുമാനമുള്ള ശ്രേഷ്ഠതയുള്ള നിന്റെ വലിയാകുന്ന വലിയ മഖ്ദൂം തങ്ങളെ കൊണ്ടും ഞങ്ങൾ നിന്നോട് ചോദിക്കുന്നു, നിന്നോട് ഞങ്ങൾ തവസ്സുലാക്കുന്നു എന്ന്. അപ്പൊ വലിയ മഖ്ദൂം തങ്ങളുടെ ഇടപെടലും ആ വലിയ മഖ്ദൂം തങ്ങളുടെ ഇബ്നു ഹജർ തങ്ങളുടെ ഇടപെടലും ഈ മങ്കൂസ് മൗലിദിൽ ഉണ്ട് എന്നത് ഇബ്നു ഹജറിനിൽ അസ്ഖലാനി റഹ്മത്തുള്ളാഹി അലൈഹി അല്ല, ഇബ്നു ഹജറിനിൽ ഹൈത്തമി റഹ്മത്തുള്ളാഹി അലൈഹി മഹാനവറുകളുടെ കയ്യൊപ്പും കൂടെ ഈ മങ്കൂസ് മൗലിദിലുണ്ട് എന്നറിയുമ്പോൾ അതിനുള്ള സന്തോഷം എത്രയാണ്, അതിനുള്ള ബഹുമാനം എത്രയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അതിന്റെ മുറ പോലെ ഹക്കോടുകൂടെ പഠിക്കാനും മനസ്സിലാക്കാനും അതുവഴി രണ്ട് ലോകത്തും വിജയിച്ചവരിൽ അല്ലാഹു നമ്മെ ചേർത്തി അനുഗ്രഹിക്കട്ടെ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.